ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണയുടെയും ഉണ്ണിയുടെയും എല്ലാ പ്ലാനുകളൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ തകർച്ച താങ്ങാൻ പറ്റാതെയാണ് നമ്മുടെ കരുണ എന്ത് ചെയ്ത് കരുണാലയത്തിലുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ തീരെ പറ്റുന്നില്ല. അപ്പോൾ കരുണ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കണം, എങ്ങനെയെങ്കിലും ഉണ്ണിയേട്ടനെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ എങ്ങോട്ടേക്കും പോയാലോ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ. ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്തായാലും നിൽക്കാൻ പറ്റില്ല. കണ്ണനെയും മഹാലക്ഷ്മിനെ ഫേസ് ചെയ്തിട്ട് ആ ഒരു വീട്ടിൽ ജീവിക്കാൻ എന്തായാലും കരുണ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കരുണ സംസാരിക്കുന്നത്. അതുപോലെ മേഘാതൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പ്രതാപനെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സാഗറും മാർക്കോയും നമ്മുടെ കണ്ണനൊക്കെ ഇതിലൂടെ തിരിച്ച് വന്നിട്ടുണ്ട്. അവരെന്ത് പൂർവാധികം ശക്തിയോടെ കൂടി തന്നെയാണ് തിരിച്ച് വന്നിട്ടുള്ളത്. അവരെ എതിർക്കാനായിട്ടോ തടയാനായിട്ടൊന്നും നമുക്ക് പറ്റും തോന്നില്ല. കാരണം മാർക്കോ എന്തിട്ട് എന്നെ പിന്നാലെ തന്നെ വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എന്തുണ്ട് മേഘാതൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തായാലും സൂക്ഷിച്ചു, അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അവനെ നമ്മൾക്ക് കൊല്ലാൻ ശ്രമിച്ചതും അവനെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും അവൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് തിരിച്ചു ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്താണെങ്കിലും മാർക്കോ എന്ത് ചെയ്തിട്ടുണ്ട്, മേഘാതനെ കാണാനായിട്ട് അവിടത്തേക്ക് വരുന്നുണ്ട്. മേഘാതനാണ് പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ട്. മേഘാതൻ അത്രയും പേടിയാണ് നമ്മുടെ മാർക്കോനെ. അപ്പോൾ മാർക്കോ അത്രയും ഭീകരനായിട്ടാണ് നമ്മുടെ മേഘാതൻ്റെ ഉള്ളിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ മേഘാതൻ എന്ത് ചെയ്യുന്നുണ്ട്, വേഗം തന്നെ പ്രതാപൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള മേഘാതനാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ മഹാലക്ഷ്മിനെ കണ്ണനെ ഇല്ലാതാക്കി ആ സ്വത്തുക്കൾ മൊത്തം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മൊത്തം എൻ്റെ പേരിൽ തന്നെ ആക്കും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയോടും പെങ്ങളോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ കുറേയൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. അതുപോലെ പാവം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണ്, ആ മഹാലക്ഷ്മിനെയും കണ്ണനൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ വെറുതെ നിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നീ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചത് അതുപോലെ ജീവിച്ചാൽ മതി. ഞാനിപ്പോൾ അവരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് എൻ്റെ ഗതി എന്താണെന്ന് നീ കണ്ടത്തില്ലേ എന്നൊക്കെ എന്താണ് വാമൻ ഇങ്ങനെ മേഘാതനോട് പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊന്നും മേഘാതൻ കേൾക്കാത്തതിൽ വാമന് നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ നിന്നോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ട, ഒരു പ്രശ്നത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാം, കണ്ണനെയും മഹാലക്ഷ്മിനെ നമുക്ക് അവരുടേതായ വഴിക്ക് വിടാമെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വാമൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്തില്ല മേഘാതൻ ഇനിയും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നമ്മളൊക്കെ വന്ന കാര്യം എന്തായാലും ഇവർ എന്തുണ്ട് നല്ല രീതിയിൽ ശക്തിയായിട്ട് തന്നെയാണ് അവർക്കൊരു തിരിച്ചടിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെയാണ് ചെയ്യാൻ, എന്തൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കി കാണണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല നമ്മളിവിടെ ജീവിക്കാൻ വന്നതും നമ്മളിവിടെ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഈ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയ കാര്യം കൂടി അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അത്രയും വലിയൊരു ഹാർട്ട് അറ്റാക്ക് തന്നെ ഉണ്ടാക്കുന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. കരുണ ഇങ്ങനെ ദുർഗേനോട് ഡൈവേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്താണെങ്കിൽ ദുർഗത്തിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. തൻ്റെ മുൻ്റെ ദാമ്പത്യ ജീവിതമാണല്ലോ നഷ്ടപ്പെടാൻ പോകുന്നതൊക്കെ ആലോചിച്ചിട്ട് ദുർഗയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്ക് എന്തില്ല, ഉണ്ണിക്ക് നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നിനക്ക് അറിയുന്നതല്ലേ, ഉണ്ണി നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കാരണമൊക്കെ നിനക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നത്, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഈ വീട്ടിൽ മഹാലക്ഷ്മിയൊക്കെ താഴെയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു ബൈ.